Radio Lime News Update. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. യൂണിവേഴ്സൽ ക്രെഡിറ്റ് ലഭിക്കുന്ന ഇംഗ്ലണ്ടിലെ ഏതൊരു കുട്ടിക്കും 2026 സെപ്റ്റംബർ മുതൽ സൗജന്യ സ്കൂൾ ഭക്ഷണം അവകാശപ്പെടുവാൻ കഴിയുമെന്ന് സർക്കാർ അറിയിച്ചു. മാതാപിതാക്കളുടെ വരുമാനം പരിഗണിക്കാതെ ഈ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ സൗജന്യ ഭക്ഷണത്തിന് അർഹരായിരിക്കും. പുതിയ തീരുമാനത്തിലൂടെ 5 ലക്ഷം വിദ്യാർത്ഥികൾ കൂടി ഈ പദ്ധതിയുടെ ആനുകൂല്യത്തിന് യോഗ്യത നേടും. പുതിയ തീരുമാനം ഒട്ടേറെ കുടുംബങ്ങളെ സഹായിക്കുമെന്ന് മന്ത്രി കെയർ സ്റ്റാർമർ പറഞ്ഞു. 2029 വരെ ഈ പദ്ധതി നടപ്പിലാക്കുവാൻ £1 ബില്യൺ ആണ് വിദ്യാഭ്യാസ വകുപ്പ് നീക്കിവച്ചിരിക്കുന്നത്. യൂണിവേഴ്സിറ്റികളിൽ ക്രെഡിറ്റുള്ള മാതാപിതാക്കൾ അവരുടെ വരുമാനം പരിഗണിക്കാതെ ഈ പദ്ധതിയുടെ ആനുകൂല്യത്തിന് അർഹരായിരിക്കും എന്നാണ് പുതിയ മാറ്റത്തിന്റെ പ്രത്യേകത. നിലവിൽ ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് കുടുംബ വരുമാനം പ്രതിവർഷം £7,400 താഴെയായിരിക്കും. കുടിയേറ്റം ബ്രിട്ടനിൽ വലിയ രാഷ്ട്രീയ പ്രചാരണ വിഷയമാണ്. കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോഴും രാജ്യത്തേക്ക് അനധികൃതമായി കടന്നുവരുന്നവർ നിരവധിയാണ്. സമീപഭാവിയിൽ ബ്രിട്ടനിൽ വെള്ളക്കാർ ന്യൂനപക്ഷമായി മാറുന്ന അവസ്ഥ വരുമെന്ന് മുന്നറിയിപ്പുണ്ട്. വെള്ളക്കാരായ ബ്രിട്ടീഷുകാർ UK-യിൽ ന്യൂനപക്ഷമായി മാറാൻ ഇനി 40 വർഷം പോലും വേണ്ടിവരില്ലെന്നാണ് ജനസംഖ്യാ പഠനത്തിന്റെ മുന്നറിയിപ്പ് നൽകുന്നത്. നിലവിലെ ജനസംഖ്യയിൽ 73% വെള്ളക്കാർ 2050 എത്തുമ്പോഴേക്കും 57% ചുരുങ്ങുമെന്നും മൈഗ്രേഷൻ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2063 എത്തുമ്പോഴേക്കും വെള്ളക്കാർ ന്യൂനപക്ഷമായി മാറും. നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ UK ജനസംഖ്യ കേവലം 33.7% പേർക്ക് മാത്രമാകും കുടിയേറ്റക്കാരായ മാതാപിതാക്കൾ ഇല്ലാതിരിക്കുക. ഇതിൽ തന്നെ 40 വയസ്സിൽ താഴെയുള്ള 28% പേർക്കാണ് ഈ അവസ്ഥയെന്ന് പ്രൊഫസർ മാറ്റ് ഗുഡ്വിൻ പറഞ്ഞു. ബ്രിട്ടീഷ് പൗണ്ട് രൂപയ്ക്കും ഡോളറിനുമെതിരെ കരുത്തോടെ മുന്നോട്ട്. പൗണ്ടും ഇന്ത്യൻ രൂപയും തമ്മിലുള്ള വിനിമയ നിരക്കിൽ റെക്കോർഡ് വർധനവാണ് ഓരോ ദിവസവും ഉണ്ടായിരിക്കുന്നത്. ഒരു പൗണ്ടിന്റെ ഇന്ത്യൻ രൂപ മൂല്യം 116 രൂപ പിന്നിട്ടു. ഇന്ത്യയിലേക്ക് പണമയക്കുന്നവർക്ക് വർധനവ് വലിയ നേട്ടമാകും. എന്നാൽ പൗണ്ടിന്റെ വിലക്കയറ്റം നാട്ടിലെ സ്വത്തുക്കൾ വിറ്റ് UK-യിൽ പണം എത്തിക്കുവാൻ പദ്ധതിയിടുന്നവർക്കും തിരിച്ചടിയാകും. കൂടാതെ ഫീസ് അടയ്ക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും വലിയ തിരിച്ചടിയാണ്. 2023 മാർച്ചിൽ ഒരു പൗണ്ടിന്റെ മൂല്യം 97 ഇന്ത്യൻ രൂപയായി കുറഞ്ഞിരുന്നു. ഏപ്രിലിൽ പക്ഷേ വിനിമയ മൂല്യം 100 കടന്നു. 2024 ഓഗസ്റ്റിൽ 110 രൂപയിലെത്തി. ഏറ്റക്കുറച്ചിലുകൾക്ക് ശേഷമാണിപ്പോൾ 116.34 വരെയായി പൗണ്ടിന്റെ മൂല്യം ഉയരുന്നത്. യൂറോയ്ക്കെതിരെ 1.18 വിനിമയ നിരക്ക്. ഇനി നാട്ടിലെ വാർത്തകൾ. പുതിയ ചിത്രമായ തഗ് ലൈഫ് റിലീസ് ചെയ്തിരിക്കുകയാണ് കമൽഹാസന്റെ. കന്നഡ ഭാഷ ജനിച്ചത് തമിഴിൽ നിന്നാണെന്ന നിലപാടിൽ ഇപ്പോഴും മാറ്റമില്ല എന്ന് കമൽഹാസൻ സൂചന നൽകി. തനിക്കൊപ്പം അണിനിരുന്ന തമിഴ്നാട്ടുകാർക്ക് നന്ദി അറിയിച്ച് കമൽ ജീവനും ജീവിതവും തമിഴ് തന്നെയാണെന്ന് മുദ്രാവാക്യത്തിന്റെ അർത്ഥം താൻ പൂർണ്ണമായും മനസ്സിലാക്കിയെന്നും വ്യക്തമാക്കി. ഇന്നലെ നടന്ന സിനിമയുടെ പ്രചാരണ ചടങ്ങിൽ വിവാദത്തെക്കുറിച്ച് അദ്ദേഹം കൂടുതൽ വിശദീകരിച്ചില്ല. വിഷയത്തിൽ ഇത്രയേറെ ശ്രദ്ധയിലെത്തിച്ച മാധ്യമങ്ങൾക്ക് നന്ദി പറഞ്ഞ നടൻ പറയുവാനുള്ള കാര്യങ്ങൾ പിന്നീട് പറയുമെന്നും കൂട്ടിച്ചേർത്തു. കമലിന്റെ രാഷ്ട്രീയ പാർട്ടി മക്കൾ നീതി മയ്യം തമിഴ്നാട്ടിലുടനീളം സ്നേഹം മാപ്പ് പറയില്ല എന്ന മുദ്രാവാക്യമുള്ള പോസ്റ്ററുകൾ പതിച്ചു. കോവിഡ് മൂലം മുടങ്ങിയ ജനസംഖ്യാ കണക്കെടുപ്പും രാജ്യത്ത് 93 വർഷത്തിന് ശേഷം പ്രഖ്യാപിച്ച ജാതി സെൻസസും 2027 അടിസ്ഥാന വർഷമാക്കി നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. കണക്കെടുപ്പും നടപടികളും അടുത്തടുത്ത വർഷമായിരിക്കും. പൂർത്തിയാകാൻ 3 വർഷമെടുക്കും. ഫലത്തിൽ 2026 ശേഷം നടത്തേണ്ട മണ്ഡല പുനർനിർണയവും വൈകും. 2 ഘട്ടമായിട്ടാണ് കണക്കെടുപ്പ് നടത്തുക. വിദേശ വിശദാംശങ്ങളുമായി ഈ മാസം 16 വിജ്ഞാപനമിറക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കൊച്ചിയിൽ മുങ്ങിയ കപ്പലിനുള്ളിൽ ആരോഗ്യ പ്രവർത്തകർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുന്ന രാസവസ്തുക്കളുണ്ടെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ തീരദേശത്തുൾപ്പെടെ അടിയന്തര പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ആരോഗ്യ പരിശോധനകൾക്കും സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയിൽ കേവലം 14.6 നോട്ടിക്കൽ മൈൽ അകലെ മുങ്ങിയ MSC എൽസാട്രി എന്ന കപ്പലിലെ കണ്ടെയ്നറുകളിൽ എന്തൊക്കെ വസ്തുക്കളാണ് ഉണ്ടായിരുന്നതെന്ന് എന്നതിന്റെ പട്ടിക മാധ്യമങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെയായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ പൂർത്തിയാക്കി കപ്പൽ കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം നേടിയെടുക്കുവാനുള്ള നടപടികൾ സർക്കാർ തുടങ്ങണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഇനി കായിക വാർത്തകൾ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനോട് തോറ്റതിൽ പഞ്ചാബ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ഇന്ത്യൻ താരം യോഗ്രാജ് സിംഗ്. IPL ഫൈനലിൽ അലസമായ ഷോട്ടിലൂടെ പുറത്തായ ശ്രേയസ് ചെയ്തത് ക്രിമിനൽ കുറ്റമാണെന്നും താരത്തെ വിലക്കണമെന്നും യോഗ്രാജ് സിംഗ് പ്രതികരിച്ചു. ബംഗളൂരുവിനെതിരായ കലാശപ്പോരാട്ടത്തിൽ 2 പന്തുകൾ നേരിട്ട ശ്രേയസ് 1 റൺ മാത്രമെടുത്താണ് പുറത്തായത്. ശ്രേയസിന്റെ ആ ഷോട്ടിനെ ക്രിമിനൽ കുറ്റമായി കാണാനാകൂ. അത്തരം ഷോട്ടുകൾ സെക്ഷൻ 302 പ്രകാരം ക്രിമിനൽ കുറ്റമാണെന്നും അശോക് മങ്കാദും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശിക്ഷാ നടപടിയായി 2 മത്സരങ്ങളിൽ ശ്രേയസിനെ വിലക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു പിഴവ് സംഭവിച്ച ശേഷം മാപ്പ് പറയാൻ പോലും ശ്രേയസ് തയ്യാറായില്ല. യോഗ്രാജ് സിംഗ് വാർത്താ ഏജൻസിയായ NIAയോട് ഇങ്ങനെയാണ് പ്രതികരിച്ചത്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 116.46 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.